ഗായ്സ് നമസ്തേ, വെൽക്കം ടു മല്ലു ബ്രോ വൺസ് അഗെയിൻ. ഞാൻ ഇന്നലെ ആവർത്തിച്ചെന്ന് വീണ്ടും ആവർത്തിക്കുന്നില്ല. നിരന്തരമായിട്ട് വീഡിയോ ചെയ്യേണ്ട ഗതികേടിലേക്കാണ് ഓരോ മലയാളികൾ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആദ്യം തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ നേതാക്കൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതും നിങ്ങൾ ഉടനെ തന്നെ തിരുത്തുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ കേരളത്തിൻ്റെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും ആഹ്ലാദിക്കാൻ ഉള്ള അവസരങ്ങളാണ് കഴിഞ്ഞ 2 മാസ കാലയളവിനുള്ളിൽ UDF ഗവൺമെൻറ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് രാവും പകലില്ലാതെ ഓവർ ടൈം ജോലി ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് അവരിപ്പോൾ ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇടതുപക്ഷ പ്രവർത്തകരെയും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെയൊക്കെ പുച്ഛിക്കുന്ന രീതിയുണ്ട്. കരച്ചിൽ നിർത്താറായിട്ടില്ലേ, ഒരു വെറൈറ്റി കരച്ചിൽ. ഇത് തന്നെയാണ് നോർത്ത് ഇന്ത്യൻകാരെ രാഹുൽ ഗാന്ധി അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട്. കരച്ചിൽ നിർത്താറായിട്ടില്ല, ഒരു വെറൈറ്റി കരച്ചിൽ എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ ജയിക്കുന്ന സ്ഥലത്ത്, കോൺഗ്രസ് തോൽക്കുന്ന സ്ഥലത്തൊക്കെ എന്താ പറയുക, വോട്ട് ചോരി അല്ലെങ്കിൽ EVM തട്ടിപ്പ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ അന്നേരം RSSകാരും BJPക്കാരും നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയോട് പറയുന്ന സംഭവമാണ് കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇടതുപക്ഷത്തോട് പറയുന്നത്. സാരമില്ല, ഞങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം പോകുന്നുള്ളത്. അതിന് കൂടെ ഒരു കാര്യം കൂടെ, ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ഗംഭീര കിടുകാച്ചി അടിപൊളി പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായിട്ടില്ല, ഇനിയും മുന്നോട്ട് വരണം. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് എവിടെയോ ഒരു 5-10 വർഷം മുന്നേ തൃശ്ശൂരോ എറണാകുളത്തൊന്നും അറിയില്ല, ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ലീഡർ വന്നിട്ട് മോദി കെയറാണോ അല്ല വേറെ ഏതോ ഒന്നും അറിയത്തില്ല കേട്ടോ, അവരിങ്ങനെ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇരുത്തിയിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ കത്തിച്ച് വിടുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ ആകാംക്ഷഭരിതരായിട്ട് എന്താ പറയുക, ശരിയാണല്ലോ, നമ്മൾ 10-30 വയസ്സായിട്ടുള്ള അതുപോലെയായിരുന്നു സതീശൻ സാറ പ്രസംഗം. നമ്മൾ ഇനിയും സമയം നമ്മളെ നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് കാറ്, ബംഗ്ലാവ്, വിദേശ ടൂറുകൾ ഇതൊക്കെ സമ്പാദിക്കാനുള്ള അവസരമുണ്ടെന്നൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കാരൻ പറയുന്നത് പോലെ രീതിയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് പിന്നെ പരിശോധിക്കാം. പിന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ തെറ്റ് തിരുത്തുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങളടുത്ത് പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ മന്ത്രിമാരോടും പറയട്ടെ, ഇടതുപക്ഷം ഭരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന്, അപ്പം നിങ്ങളൊക്കെ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒന്ന് കയറി വരൂ, ഒന്ന് ഭരിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അധികാരത്തെ കയറ്റിയതല്ല കേട്ടോ. നിരന്തരമായിട്ടുള്ള നുണയും വർഗീയതയും BJPയും RSSുമായിട്ട് കൂട്ടുപിടിച്ച് ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ വന്ന ടീമാണ് ടീം UDF. സത്യത്തിന് നിരക്കാതെ നുണകൾ പ്രചരിപ്പിച്ച് നിങ്ങൾ അധികാരത്തിൽ കയറി വന്നതാണ്. അധികാരത്തിൽ കയറി വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഓരോ നുണകളും നിങ്ങളിപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പുതിയ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതും കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ നുണ എന്തായിരുന്നു? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സഖാവ് പിണറായി വിജയനും മുഖ്യമന്ത്രിക്കെതിരെയായിട്ട് നിരന്തരമായിട്ട് പ്രയോഗിച്ചു. അതിനുശേഷം നിങ്ങൾ ക്യൂ നിന്നു. മന്ത്രി മുതൽ നേതാക്കൾ ഓരോരുത്തരായിട്ട് വെള്ളാപ്പള്ളിനെ ക്യൂ നിന്ന് ഷാൾ അണിയിക്കുന്നത് നമ്മൾ കണ്ടു കേരളം. ഒന്ന്. രണ്ടാമത്തത്, PM ശ്രീയെ പറ്റി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, SFI DYFI പ്രവർത്തകരൊക്കെ തലകുനിച്ചിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM BJPക്ക് RSS കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഘോരമായിട്ട് അന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും CPMും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കരിക്കുലത്തിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല, നമുക്ക് അർഹതപ്പെട്ട പൈസയാണ് ഇത് ലഭിക്കാനുണ്ട്. പക്ഷേ അവരൊരു നിബന്ധന വെച്ചിരിക്കുന്നു, ആ നിബന്ധനയിൽ നമ്മൾ ഉൾപ്പെട്ടാൽ മാത്രമേ പണം കിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം നിങ്ങൾ അതിനെ നിരന്തരമായിട്ട് എതിർത്തു. ഇപ്പം എന്നിട്ട് പറയാം, നിങ്ങൾ തുടങ്ങി വെച്ചില്ല, എന്തായാലും നമ്മൾ 2000 കോടി വാങ്ങിക്കാം, 300 സ്കൂളുകൾക്ക് പൈസ കിട്ടും. അപ്പോൾ പൈസ കിട്ടുന്ന പരിപാടിക്ക് നമ്മളും ഉണ്ട്. അതൊന്ന് PM ശ്രീ പ്രൂം. രണ്ടാമത്തത് ലോഗോ. നമ്മുടെ ഷാജി സാഹിബ് പറഞ്ഞിരിക്കുന്ന ലോഗോ ഒന്നും കുഴപ്പമാക്കണ്ടെന്നേ, പൈസ കിട്ടുകയാണെങ്കിൽ ഇപ്പം ലോഗോ ഒക്കെ വെക്കുന്നതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തി. ഇന്നെന്തൊക്കെയോ തലകുച്ച് ഒരു മറിമായൊക്കെ സംഭവിച്ചിട്ട് കണ്ടായിരുന്നു.
പിന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പച്ച നുണകളായിരുന്നു. ULCC സൈബർ പാർക്കും അതുപോലെ തന്നെ ULCC സൈബർ പാർക്കല്ല, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ബിനാമി പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ കൂടുതലുണ്ട് കേട്ടോ, ULCCയിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുണ്ട്. പിന്നെ പക്ഷെ അവര് ബിസിനസ്സിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ്സിലോ അല്ല അവരെ വോക്കിലോ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുസ്ലിം ലീഗൊന്നും ഇല്ല കേട്ടോ. അവരെടുക്കുന്ന പ്രവൃത്തി ആത്മാർത്ഥതയായിട്ട് സമയബന്ധിതമായിട്ട് തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതിനെപ്പറ്റി കുറേ നുണകൾ പ്രചരിപ്പിച്ചായിരുന്നു. ഇന്ന് നിങ്ങൾ അതും തിരുത്തി. അപ്പോൾ ഇനി KSRTCനെ കുത്തുവാള എടുപ്പിച്ച കഥ വേറെ, പ്രൈവറ്റ് ബസ് മുതലാളികൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് വേറെ. 2 മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.